ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോൾ മെയിലിനുള്ള അവാർഡാണ്. അല്ല പേളി ഒരു മിനിറ്റ്. ഇപ്പോൾ മെയിൽ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ എല്ലാമായ നിവിൻ പോളി ഒരു ഗിഫ്റ്റ് തന്നയച്ചിരിക്കുകയാണ് പൃഥ്വിരാജിന് കൊടുക്കാൻ. അത് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ ആ ഗിഫ്റ്റ് ഇവിടുന്ന് കൊടുക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പറഞ്ഞേൽപ്പിച്ചാണ്. വളരെ സന്തോഷത്തോടു കൂടി എന്നെ ഏൽപ്പിച്ചു. ഞാൻ വാങ്ങി ഇതാ പൃഥ്വിരാജിന് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങോട്ട് വരാം. പൃഥ്വിരാജ് അവിടെ ഇരുന്നോളൂ പ്ലീസ്. ഗിഫ്റ്റിംഗ് കൊണ്ടുവരൂ. നിവിൻ പോളി തന്നയച്ച ഗിഫ്റ്റ്. ഇത് ഗിഫ്റ്റ് ശരിക്കും സീരിയസ് ആയിട്ടാണ്? ശരിക്കും തന്നയച്ചതാണ്. വാ ബഹളി. ബഹളിയോ? ഓഹ് രണ്ടായാലും ഒന്ന് തന്നെ. വാ. ഇത് നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ പൃഥ്വിരാജിന് ആര് തന്നയച്ചതാണെന്ന് അറിയാലോ. നിവിൻ പോളി തന്നയച്ചതാണ്. അപ്പോൾ സ്നേഹത്തോടു കൂടി തന്നെ ഇത് വാങ്ങണം. ഒരു മിനിറ്റ് എനിക്കത് എന്താണെന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. കണ്ട ഒരു മിനിറ്റ് ഞാൻ ഒന്ന് തുറന്നു നോക്കിക്കോട്ടെ. ശരി ഓക്കെ. ആക്രമണം കൊണ്ടാണ്. ഓക്കെ. ദൈവമേ, മാൻഡ്രേക്കിന്റെ സംഭവം അറിയാവോ? മാൻഡ്രേക്കിന്റെ പ്രതിമ ആര് ഏറ്റുവാങ്ങുന്നു, സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു, അപ്പൊ പണി കിട്ടുമെന്നാണ് സംഭവം. എന്താണെന്നറിയോ? ഇപ്പൊ കേരളത്തിൽ, അതായത് വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്നതാണ്, ഇതുപോലെ തുടർച്ചയായിട്ട് 4 പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അത് പൃഥ്വിരാജിന്റെ പടമാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നിവിൻ പോളി തന്നു വിട്ടതാണ്. എന്തായാലും സ്വീകരിക്കണം. അല്ല, ഇത് പേരറിയാത്തവർ സിനിമയ്ക്ക് മുമ്പാണോ കൈ കിട്ടിയത്? അല്ലല്ല, ഇപ്പൊ തന്നു വിട്ടതാ. For the sake of non-Malayali friends here, Suraj is a national award winner for best actor. അല്ല, ഇത് സന്തോഷത്തോടുകൂടി തന്നാണ്. ഇത് ഏറ്റുവാങ്ങണം. നിവിൻ പോളി തന്നയച്ചാ. നിവിൻ തന്നു വിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അവനൊരു പാവമാണ്. പക്ഷെ ഒരിക്കലും എനിക്കിത് കൈനീട്ടി സ്വീകരിക്കാൻ താല്പര്യമില്ല. മാർച്ച് 18 എന്റെ സ്വന്തം പ്രൊഡക്ഷൻ റിലീസ് ആവുകയാണ്. ദൈവമേ. അതെ, അമർ അക്ബർ അന്തോണി ഇപ്പൊ 100ാം ദിവസം ആഘോഷിച്ചു. അതെ, അമർ അക്ബർ ആന്റണി 100ാം ദിവസം ആഘോഷിച്ചു. എന്ന് നിന്റെ മൊയ്തീൻ 130ാം ദിവസം ആഘോഷിച്ചു. എനിക്ക് വയ്യ, മറ്റു നടന്മാരൊക്കെ ഇനി എന്ത് ചെയ്യും? അതുകൊണ്ട് അറിഞ്ഞ് തന്നയിച്ചാണ് നിവിൻ പോളി. അപ്പൊ വാങ്ങുന്നില്ല. അയ്യോ വേണ്ട. ദൈവമേ, സന്തോഷത്തോടെ വാങ്ങിയത് ഞാനാണല്ലോ. എനിക്ക് ഇനി പണിയാവൂ. സന്തോഷത്തോടെയാണ് വാങ്ങിച്ചത്. അതേന്ന്. അല്ല, ഒന്ന് പിടിച്ചേന്നേ. നമസ്തേ സുപ്രിയ. എവിടെ ഇരിക്കുന്നു? ഇത് ആരാ ഇരിക്കുന്നത്? നമ്മുടെ കാഞ്ചനമാല. ഒന്ന് വരൂ പ്ലീസ്. ഇല്ല, കാഞ്ചന വാങ്ങിയില്ലെങ്കിൽ കാഞ്ചനയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് ഇപ്പോ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. എന്താണെന്നറിയോ? എന്തിനാണെന്നറിയോ? മൊയ്തീനിൽ ഇവർ തങ്ങളിലുള്ള ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു അടിപൊളി ഫോൺ തരാൻ പോവുകയാണ്. നല്ലൊരു ഫോൺ ഉണ്ട്. ബിക്കോസ് ഇനി നിങ്ങൾ കരഞ്ഞ് ലെറ്റർ ഒന്നും എഴുതി സമയം കളയണ്ട. Just call directly, WhatsApp സെൽഫി എടുത്തയക്കൂ ആ മൊയ്തീന്. താങ്ക് യു. നല്ല ലിപ്സ്റ്റിക് ആയിട്ട് എനിക്ക് കൊടുത്തരണം. ഓക്കെ. ജിയോണി ഫോണാണ്. ജിയോണി ഫോൺ. അതിനകത്ത് സുരാജേട്ടന്റെ നമ്പർ ഉണ്ട്. ഡിലീറ്റ് ചെയ്ത് തരും, ബ്ലോക്ക് ചെയ്ത് തരും. ഓക്കെ. ഇത് വാങ്ങുന്നില്ല. സുരാജേട്ടൻ, ഞാൻ ഇത് ശരിക്കും നിവിൻ പോളി തന്നതൊന്നും അല്ല. You know what? ഇത് മാൻഡ്രേക്ക് ഒന്നും അല്ല. ഇതിനകത്ത് നമ്മുടെ നോമിനേഷൻസ് ഉണ്ടാവും. അതാണ് കറക്റ്റ്. അതാണ് നോമിനേഷൻ. ഹലോ, അതെ, കാർ എവിടെ ഇട്ടിരുന്നത്? താങ്കൾ വന്ന കാർ എവിടെ ഇട്ടിരുന്നത്? മറ്റേ ബെൻസ് സൈഡിലാ? ഓക്കെ. എന്താണെന്നറിയോ? ഇത്രയും നേരം കൈവച്ചിരുന്നില്ലേ? അവിടെ പണി തുടങ്ങി. കാറിൽ ഒരു ഹൈദരാബാദി 1 കൊല തേങ്ങ വന്ന് വീണ് ഇല്ലാതായിട്ടുണ്ട്. ചില്ലെല്ലാം പോയെന്ന്. നിനക്കത് ആവശ്യമാണ്. അപ്പൊ എന്തായാലും വായിച്ചോളൂ. ഓക്കെ. അപ്പം the nominees for Fortune Sunflower Oil IFA Award for performance in a supporting role male are ഫോർച്യൂൺ സൺഫ്ലവർ ഓയിൽ ഐഫ ഉത്സവം മികച്ച സ്വഭാവ നടൻ. അജു വർഗീസ് ഒരു വടക്കൻ സെൽഫി. വെളുപ്പിറം കാരണം കൊണ്ട് എല്ലാരും എന്നെ കരിവെല്ലെന്ന് വിളിക്കണത്. ചെമ്പൻ വിനോദ് ജോസ് നീന. അത്ര പെട്ടെന്നൊന്നും ഇവനാരും അംഗീകരിക്കില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആളൊരു പുലിയാണ്. ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യേറത്തപ്പോ സൈജു കുറുപ്പ് ആട് കട്ട ചോരയ മോത്ത് തെറിച്ചത്. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്. ഈ നാടി ജ്യോതിഷത്തിന്റെ മറവിൽ നിങ്ങളെ കാണിക്കുന്ന വൃത്തിയോടൊന്നും ആർക്കും മനസ്സിലാവണമെന്നാണ് വിചാരം. സൗബിൻ ഷാഹിർ ചന്ദ്രേട്ടൻ എവിടെയാ? ഇതെല്ലാം പൂർവ്വജന്മത്തിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ വേണ്ടില്ലേ സാർ ഈ കളിക്കണത്? ഈ പരിപ്പൊന്നും ഇവിടെ വേവൂലട്ടെ സാറേ. സായി കുമാർ
എന്ന് നിന്റെ മൊയ്തീൻ. അന്റെ സോഷ്യലിസ്റ്റ് പിണ്ണാക്കുകളെ കൊണ്ട് കോൺഗ്രസിന്റെ മൂക്കത്തൊന്നും തൊടാൻ പറ്റൂടാ. ടോവിനോ തോമസ് എന്ന് നിന്റെ മൊയ്തീൻ. ഈ അവാർഡ് നൽകുന്നതിനായി റസൂൽ പൂക്കുട്ടി, നിക്കി കൽറാണി, മിസ്റ്റർ ഐ സീതാരാമരാജു, ജനറൽ മാനേജർ ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ് NCC Urban. Namaste, Namaskaram, Vanakkam, Hyderabad. So the award for the best performance in a supporting role male goes to, well, he's one of my favorites, my Pacha boy, Aju Varghese from Odakkan Selfie. Good evening, Hyderabad. It's a great pleasure to be a part of this IFA Award 2016. ഈ മൊമെൻറ്റ് ഒരുപാട് സന്തോഷം തരുന്നു. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ റസൂൽ സാറിൻ്റെ അടുത്തു നിന്ന് ഒരു അവാർഡ് റിസീവ് ചെയ്യാൻ പറ്റുക, അടുത്ത് നിൽക്കാൻ പറ്റുക, മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരുപാട് അവരവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് വ്യക്തികളെ നേരിട്ട് കാണാൻ പറ്റുക അവാർഡ് ഒരു ബോണസായിട്ട് ഞാൻ കരുതുന്നു. എനിവേയ്സ്, മറ്റ് അവാർഡ് വിന്നേഴ്സിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു സോ മച്ച്. Thank you so much, Aju. Thank you, everybody. Thank you so much. താങ്ക് യു സർ, താങ്ക് യു. തീർച്ചയായിട്ടും ധാരാളം അവാർഡ്സും അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്, തീർച്ചയായിട്ടും. അവാർഡ് മേടിച്ചിട്ടുണ്ട്. സോ ആ ഒരു അവാർഡ് ഫംഗ്ഷനും നമ്മുടെ ഐഫയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെ ഒരുപാട് അവാർഡ് നൈറ്റിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്തും അതുപോലെ തന്നെ സ്റ്റേജിലും നടക്കുന്നതിനേക്കാൾ സംഭവം ഇതുപോലെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ വേദിയിലാണ് കൂടുതലും ഉണ്ടാവാറ്. അതിൻ്റെ ചെറിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. അതായത് എപ്പോഴും കാണും മികച്ച നടനുള്ള അവാർഡ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ നടനുള്ള അവാർഡ് ഇങ്ങനെ തനിക്ക് തന്നെ കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് വന്നിങ്ങനെ വേദിയിലിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാനിവിടെ അവതരിപ്പിച്ച് കാണിക്കാം. ഇപ്പോൾ താങ്കൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേനും തൻ്റെ സുഹൃത്തിനോ അല്ലെങ്കിൽ വേറൊരാൾക്കാണ് ആ അവാർഡ് കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് അതിന് കിട്ടാത്തതിൻ്റെ ഒരു വിഷമവും, പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്ക് ഈ അവാർഡ് സുഹൃത്തിന് കിട്ടിയല്ലോ, അപ്പോൾ ആൾക്കും ഒന്ന് ഹായ് എന്നൊക്കെ കാണിക്കണം. അത് കാണിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം എല്ലാം കൂടെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ അറിയാതെ ഒരു എക്സ്പ്രഷൻ വരും. ശരിക്കും അങ്ങനെ കാണിക്കുന്നവർക്കാണ് നാഷണൽ അവാർഡ് കൊടുക്കേണ്ടത്, അല്ലേ? പെൺകുട്ടികളുടെ കാര്യം എന്താണ്? നേരെ വ്യത്യാസമാണ്. അതായത് ചാനലൊക്കെ വിളിച്ച് പറയും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയും, അതെ നിങ്ങൾക്കാണ് ഇന്ന് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ്. ആണോ? ഓ താങ്ക് യു. പക്ഷെ പുറത്താരോടും പറയല്ലേ. ഇല്ല. നേരെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കും. താൻ ആദ്യമായിട്ട് വന്നിരിക്കുന്ന എക്സ്പ്രഷൻ ആദ്യം, ഇതൊക്കെ എന്താ ഇത്, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും അവിടെ അനൗൺസ് ചെയ്യുന്നത്. നേരെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര്, ഇപ്പൊ എന്റെ പേര് മോളി എന്ന് വെച്ചോ, അപ്പം the award goes to എക്സ്പ്രഷൻ നോക്കിയോണ്ടേ മോളി. പിന്നെ കാണുന്നവരെല്ലാം കയറി അങ്ങോട്ട് ഹഗ്ഗൊക്കെ ചെയ്ത്, ആ സമയത്താണ് സുരാജേട്ടൻ അവിടെ പോയി നിൽക്കുന്നത് അല്ലേ? ഞാൻ എന്തോ ഒരു ഹഗ് അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ. ആരാ ബെസ്റ്റ് ആക്ട്രസ്, നേരെ അവിടെ നിന്ന് എന്നിട്ട് സ്റ്റേജിൽ വന്ന് കയറിയിട്ടൊരു സ്പീച്ച് ഉണ്ട്. എന്താ നിങ്ങളുടെ വികാരം എന്താണ്? സത്യം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ടു ഓൾ മൈറ്റി. പിന്നെ എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടാണ്, എൻ്റെ അമ്മയോടാണ്, പപ്പിയോടാണ്. പപ്പിയോ? വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിയാണ്. എന്താ ഇത് വേറെ എന്തൊക്കെയാ പറയാനുള്ളത്? വേറെ സത്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഡയറക്ടറിനോട് എന്താ പറയാനുള്ളത്? ഡയറക്ടറിനോട് താങ്ക് യു ഡയറക്ടർ അങ്കിൾ. നേരത്തെ ചേട്ടനായിരുന്നു, ആദ്യം ചേട്ടനാ, പിന്നെ അങ്കിളാവും. കുറച്ച് കഴിഞ്ഞാൽ താങ്ക് യു പപ്പാ. അയ്യോ ഇത് നല്ല ഡ്രസ്സോ? സത്യം ഞാൻ വീട്ടിലിടുന്നതാ, ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരു ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഐഫയിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഐഫയിൽ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആർക്കും അറിയില്ല താങ്കൾക്ക് അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇത് സ്പോട്ടിലാണ് അവാർഡ് എല്ലാം ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി അടുത്ത് നോമിനേഷൻസ് വായിക്കുമ്പോൾ പലരും ഒന്ന് അറക്കി ഇത് വാങ്ങണോ വേണ്ടയോ, അവിടെ തന്നെ ഇരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അവാർഡാണ്.
the nominations for Fortune Sunflower Oil IFA Award for Performance in a Lead Role Female. ഫോർച്യൂൺ സൺഫ്ലവർ ഓയിൽ ഐഫ ഉത്സവം മികച്ച നടി. അരുണൻ തന്നെ ഒന്ന് നോക്കിയായിരുന്നു. അമല പോൾ, മിലി. അതെങ്ങനെയാ അത്ര ആൾക്കാരുള്ളപ്പോ? അനുശ്രീ നായർ, ഇതിഹാസം. ആരടാ അത്? I can die without you. But I cannot live without you, sir. ദീപ്തി സതി, നീന. എന്നെ ഇനി വിട്ടിട്ട് പോകല്ലേ സർ. മഞ്ജു വാര്യർ, എന്നും എപ്പോഴും. മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ ജീവിതം എന്റേത് മാത്രമാണ്. ആ ഇനി പുതിയ ആധാരം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്നാ കാര്യം? അല്ലെങ്കിൽ അയാൾ നേരത്തെ ചാകണമായിരുന്നു. പത്മപ്രിയ, ഇയോബിന്റെ പുസ്തകം. ഞാൻ ഇനി എൻ്റെ അപ്പനെയും കൂടി കൊല്ലാം. അതിന് താനാരെയാ കൊന്നിട്ടുള്ളത്? പാർവതി ടി കെ, എന്ന് നിന്റെ മൊയ്തീൻ. I invite Salal Jose, Swati Reddy and PL Tannapan to please come on stage. Good evening, everybody. Andarki namaskaram. Obviously, the award goes to everybody. Give it up to Parvati. താങ്ക് യു. വളരെയധികം പറയാനില്ല. എനിക്ക് വിമലിനോട് താങ്ക്സ് പറയണം. കാര്യം വിമൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു കഥയിൽ റിസർച്ച് നടത്തി ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊരു സിനിമ ഉണ്ടാക്കി. എൻ്റെ കോ ആക്ടേഴ്സ് പൃഥ്വിരാജ്, ടൊവിനോ, ലെന ചേച്ചി, ഒരുപാട് പേരുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എവറി സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഫിലിം റിലീസ് ചെയ്ത അന്ന് I felt such gratefulness because I saw അത്രയും കാലം നമ്മളൊരു 120 ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ പടം. അപ്പോൾ അത്രയും ദിവസം എല്ലാവരും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ദ മൂവി വാസ് സോ വെൽ റിസീവ്ഡ് ആൻഡ് ദിസ് ഇസ് എ ഗ്രേറ്റ് ഓണർ. താങ്ക് യു ഐഫ. അപ്പോൾ anyway, thank you so Okay, much thank you. Parvati. Thank you. Thank you, sir. Thank you very much.